കർത്താവിൻ്റെ നാമം നമ്മുടെ രക്ഷ. ഇസ്രായേൽ പറയട്ടെ, കർത്താവ് നമ്മുടെ പക്ഷത്തല്ലായിരുന്നെങ്കിൽ, ജനങ്ങൾ നമുക്കെതിരെ ഉയർന്നപ്പോൾ കർത്താവ് നമ്മോടു കൂടെ ഇല്ലായിരുന്നെങ്കിൽ, അവരുടെ കോപം നമുക്കെതിരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. ജലപ്രവാഹം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു. മലവെള്ളം നമ്മെ മൂടിക്കളയുമായിരുന്നു. ആർത്തിരമ്പുന്ന പ്രവാഹം നമ്മുടെ മേൽ കവിഞ്ഞൊഴുകുമായിരുന്നു. നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കാതിരുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. വേടന്റെ കെണിയിൽ നിന്നു പക്ഷിയെന്ന പോലെ നമ്മൾ രക്ഷപ്പെട്ടു. കെണി തകർന്നു നാം രക്ഷപ്പെട്ടു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനം. ഇന്നത്തെ പ്രഭാതത്തിൻ്റെ ചിന്തയ്ക്കായിട്ട് 124 സങ്കീർത്തനമാണ്. സങ്കീർത്തനം ആരംഭിക്കുന്നത് തന്നെ ഇസ്രായേൽ പറയേണ്ടതെന്തെന്നാൽ യഹോവ നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നു എങ്കിൽ എന്നാണ്. ഇസ്രായേൽ പറയട്ടെ, കർത്താവ് നമ്മുടെ പക്ഷത്തല്ലായിരുന്നെങ്കിൽ, ജനങ്ങൾ നമുക്കെതിരെ ഉയർന്നപ്പോൾ കർത്താവ് നമ്മോടു കൂടെ ഇല്ലായിരുന്നെങ്കിൽ, അവരുടെ കോപം നമുക്കെതിരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. പ്രിയമുള്ളവരെ, യഹോവ നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്താകുമായിരുന്നു? യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ കഷ്ടങ്ങളിലും ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിലും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും കൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നവരാണ്. രാത്രി നേരം വെളുപ്പിക്കുമോ എന്ന് പോലും തോന്നുന്ന ദിവസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? അങ്ങനെ ഒരു ദിവസത്തിൽ ദാവീദ് പറയുകയാണ്, കഷ്ടത്തിലുള്ള എൻ്റെ ദൈവത്തിൻ്റെ ഇടപെടൽ ഞാൻ അനുഭവിച്ചറിഞ്ഞു എന്ന അർത്ഥത്തിലാണ് ഈ 124 സങ്കീർത്തനം രചിക്കപ്പെട്ടത്. കഷ്ടത്തിൽ എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, എൻ്റെ കർത്താവ് എൻ്റെ കിടക്കക്കരികിൽ ഇല്ലായിരുന്നെങ്കിൽ, ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ എങ്ങനെ ഉണരുമായിരുന്നു? വീണ്ടും 2ാമത്തെ വാക്യം പറയാ, യഹോവ എൻ്റെ പക്ഷത്തില്ലായിരുന്നു എങ്കിൽ, ജനങ്ങൾ നമുക്കെതിരെ ഉയർന്നപ്പോൾ കർത്താവ് നമ്മോടു കൂടെ ഇല്ലായിരുന്നെങ്കിൽ, അവരുടെ കോപം നമുക്കെതിരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. മനുഷ്യരെന്നോട് എതിർത്തിരുന്നപ്പോൾ, അവിടെ ഒരു ചോദ്യ, മനുഷ്യരെന്നോട് എതിർത്തിരുന്നപ്പോൾ ഞാൻ ഏറ്റവും സ്നേഹിച്ച, ഞാൻ ഏറ്റവും വിശ്വസിച്ച മനുഷ്യർ പലപ്പോഴും ആശയപരമായിട്ടും എൻ്റെ ആഗ്രഹങ്ങൾക്കെതിരായിട്ടും ഒക്കെ എൻ്റെ പക്ഷത്ത് നിൽക്കാതെ, നീതിയുടെ പക്ഷത്ത് നിൽക്കാതെ എന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, എൻ്റെ മുൻപിൽ വാതിലുകൾ അവർ അടയ്ക്കുമ്പോൾ, യഹോവ എൻ്റെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ടല്ലേ ഞാൻ വിജയിച്ചത്. വീണ്ടും 3ാമത്തെ വാക്യം പറയാ, അവരുടെ കോപം നമ്മുടെ മേൽ ജ്വലിച്ചപ്പോൾ, അസൂയയോടെ ദേഷ്യത്തോടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും, നമ്മുടെ അധികാരികൾ, നമ്മുടെ സഹപ്രവർത്തകരൊക്കെ നമ്മളോട് പെരുമാറിയപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ടല്ലേ നമ്മളിന്ന് അവരുടെ മുൻപിലൊക്കെ സന്തോഷത്തോടെ ഉണർന്നെഴുന്നേറ്റത്.
കർത്താവ് നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? ഈ സങ്കീർത്തനം അവസാനിക്കുമ്പോൾ ദാവീദ് പറയാണ്, നമ്മുടെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നാകുന്നു എന്ന്. പ്രിയമുള്ളവരെ, ശരിയല്ലേ? നമ്മുടെ സഹായം അൾട്ടിമേറ്റായിട്ട്, ഏറ്റവും അധികമായിട്ട് നമ്മുടെ സഹായം മുഴുവൻ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ഒരു ദൈവത്തിൽ നിന്നാണെന്ന് അനുഭവിച്ചറിയുന്ന എത്രയോ സാഹചര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആശ്രയിച്ചിരുന്ന, നമ്മൾ മുട്ടുമ്പോൾ തുറക്കുമെന്ന് വിചാരിച്ചിരുന്ന പല വാതിലുകളും അടഞ്ഞു പോയപ്പോൾ നമ്മൾ പലപ്പോഴും സ്തബ്ധരായി നിന്നിട്ടില്ലേ? പക്ഷേ അടയ്ക്കാത്ത ഒരു വാതില്, ചേർത്ത് പിടിക്കുന്ന ഒരു വാതില് ഇവിടെ കണ്ടിട്ട് പറയാണ്, യഹോവ എൻ്റെ പക്ഷത്ത് ഇല്ലാതെ ഇരുന്നിരുന്നുവെങ്കിൽ. 4-ാമത്തെ വാക്യം 124-ാം സങ്കീർത്തനം ഇങ്ങനെ പറയാണ്, ജലപ്രവാഹം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു, മലവെള്ളം നമ്മെ മൂടിക്കളയുമായിരുന്നു. വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു, നദി നമ്മുടെ പ്രാണനു മീതെ കവിഞ്ഞൊഴുകുമായിരുന്നു. നമുക്കറിയാം അല്ലേ, ഇസ്രായേൽ ജനം ചെങ്കടലിൽ കൂടി നടന്നു പോയൊരവസ്ഥ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ വലിയ കടലാണ്. നമുക്കറിയാം, കടലിനെ പകുക്കുവാൻ ആർക്കും സാധ്യമല്ല. ലോകത്തിൻ്റെ ഒരു ശക്തിക്കും കടലിനെ പകുക്കുവാൻ സാധിക്കുമോ? പക്ഷേ കർത്താവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി, അവരുടെ മുൻപിൽ വലിയ ചെങ്കടൽ നിൽക്കുകയാണ്. ഇമ്പോസിബിൾ എന്നാണ് അതിൻ്റെ വാക്ക്. അവർ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഫറവോൻ്റെ വലിയ സൈന്യമാണ്. പുറകിലും വഴി അടഞ്ഞിരിക്കുകയാണ്. അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, കടലിൽ മുങ്ങിപ്പോകും, കടലിൽ അവർ ഒഴുകിപ്പോകും. അവർക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല. ഫറവോൻ്റെ സൈന്യം അവരെ പിടിക്കാനായിട്ട് തൊട്ട് പുറകെ നിൽക്കുകയാണ്. അവരെന്തു ചെയ്യുമെന്നോർത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ദൈവം അവരുടെ പക്ഷത്തേക്ക് ഇറങ്ങി വന്നത്. എന്ത് സംഭവിച്ചു? കടൽ രണ്ടായിട്ട് മാറിപ്പോയി, കടൽ രണ്ടായിട്ട് നീങ്ങിപ്പോയി, ഉണങ്ങിയ നിലമായി മാറി. നനഞ്ഞു കിടന്ന മണൽ, നനഞ്ഞു കിടന്ന കടൽ ഉണങ്ങിയ മരുഭൂമി പോലെ അവർക്ക് വേണ്ടി തുറന്നു. അവരതിന് മുൻപിൽ കൂടെ, അവരതിൻ്റെ നടുവിൽ കൂടെ നടന്ന് അപ്പുറം ചെല്ലുന്ന ഒരു കാഴ്ചയാണ് ചെങ്കടൽ പകുത്ത് കണ്ടത്. ഇതുപോലെയാണ് ഇന്ന് കർത്താവ് നമ്മളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നിന്റെ മുൻപിൽ വലിയ പ്രശ്നങ്ങൾ കാണും, നിന്റെ പുറകിൽ പ്രതീക്ഷയില്ലാത്ത പല ചോദ്യങ്ങളും കാണും, നിന്റെ ചുറ്റും വാതിലുകൾ അടഞ്ഞിരിക്കും. പക്ഷേ നിന്റെ കൂടെ, നിന്റെ മുൻപിൽ ഇസ്രായേലിൻ്റെ പരിപാലകനുണ്ട്. ദാവീദ് പറയുന്നത് പോലെ കർത്താവ് നമ്മുടെ പക്ഷത്താണ്. നമ്മൾ പല കഥകളും കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു കഥയിൽ ഒരു മാൻപേട കാട്ടിൽ കൂടെ ഓടുകയാണ്. മാൻപേട മാത്രമല്ല കേട്ടോ, എല്ലാ മൃഗങ്ങളും ഓടുക. കാരണം എന്താണെന്നറിയോ? ഒരു കാട്ടുതീ ആ കാടിനെ കത്തിച്ചുകൊണ്ടിരിക്കുക. മൃഗങ്ങളെല്ലാം ഓടുക. പക്ഷേ ഈ മാൻപേടയ്ക്ക് ഓടി ഓടി ഇനി ഓടാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഈ മാൻപേടയുടെ പ്രസവ സമയം അടുത്തു. പ്രസവത്തിനുള്ള സമയം അടുത്തിട്ട് ഈ മാൻപേടയ്ക്ക് ഇനി ഒരു ശകലം പോലും, ഒരല്പം പോലും മുന്നോട്ട് ഓടാൻ വയ്യ. ഒരു കുറ്റിക്കാട്ടിൽ ഈ മാൻപേട അങ്ങനെ പതുങ്ങിയിരിക്കുകയാണ്. ചുറ്റും നോക്കുന്നുണ്ട്. ചുറ്റും നോക്കുമ്പോൾ കാണുന്നത് കാട്ടുതീ ഇങ്ങനെ വരിക. അയ്യോ ദൈവമേ, ഞാൻ എന്തു ചെയ്യും? മാൻപേട തല ഇങ്ങനെ വെട്ടിച്ച് അപ്പുറം വശത്തേക്ക് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച, ഈ ഓടുന്ന മൃഗങ്ങളെയും വീഴ്ത്താൻ വേണ്ടി വേടൻ അമ്പ് ചെയ്യാൻ നിൽക്കുകയാണ്. തകർന്ന ഹൃദയവുമായി ഓടുമ്പോഴും എയ്യുന്ന വേടൻ്റെ അമ്പുകൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. ആ വേടൻ്റെ അമ്പിൽ നിന്ന് താൻ വിടുവിക്കപ്പെടാൻ വേണ്ടി മാൻപേട ഇങ്ങനെ തല കുനിച്ച് പിടിക്കുക. അപ്പുറത്തെ വശത്തേക്ക് നോക്കുമ്പോൾ ഹൃദയം പൊട്ടുന്ന മറ്റൊരു കാഴ്ചയാണ്. ഒരു സിംഹം വിശന്ന് അലറി പേടിച്ച് തീ കണ്ട് ആ മറ്റൊരു വശത്ത് വിശപ്പ് ഓടി വരികയാണ്. മാൻപേട തന്നെ ചിന്തിക്കുക, ഒരു വശത്ത് തീയ്, മറുവശത്ത് കുഞ്ഞിന് ജന്മം നൽകുവാൻ അതിവേദന, മറ്റൊരു വശത്ത് വേടൻ അമ്പുമായി നിൽക്കുന്നു, ഒരു വശത്താകട്ടെ സിംഹം അലറിക്കൊണ്ടുവരുന്നു. ഞാനിനി എന്ത് ചെയ്യും? മാൻപേട കണ്ണുകൾ അടച്ച് സൃഷ്ടാവായ ദൈവത്തിങ്കിലേക്ക് നോക്കുകയാണ്. പെട്ടെന്ന് ഒരു ഇടിവെട്ടുന്ന ശബ്ദം കേട്ട് മാൻപേട ഇങ്ങനെ ഞെട്ടി കണ്ണ് തുറക്കുക. മാൻപേട ഞെട്ടിയതുപോലെ തന്നെ ഈ വേടനും ഞെട്ടി. വേടൻ ഞെട്ടിയപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയോ? എയ്യാനായിട്ട് കയ്യിലിരുന്ന അമ്പുണ്ടല്ലോ, അത് ലക്ഷ്യം മാറിപ്പോയി. ലക്ഷ്യം മാറി മാനിനെ കൊള്ളേണ്ട അമ്പ് എവിടേക്ക് പോയി എന്നറിയോ? സിംഹത്തിൻ്റെ ദേഹത്താണത് തറച്ചത്. ഈ സിംഹം വല്ലാതെ ഉഗ്രരൂപിയായി വേദന പൂണ്ട് അലറി വരുന്നത് കണ്ടപ്പോൾ വേടൻ അങ്ങ് പേടിച്ചുപോയി.
വേടൻ ചിന്തിക്കുകയാണ്, അയ്യോ ആ സിംഹം എൻ്റെ നേരെയാണല്ലോ വരുന്നതെന്നോർത്ത് വേടൻ തൻ്റെ ജീവനും കൊണ്ട് ഓടുകയാണ്. ഇടിവെട്ടിയ കൂടെ തന്നെ ശക്തിയായി മഴ പെയ്യുകയാണ്. ശക്തിയായി മഴ പെയ്തപ്പോൾ ഒരു വലിയ അത്ഭുതത്തിൻ്റെ വാതിൽ അവിടെ തുറക്കുകയാണ്. മഴ പെയ്ത് കാട്ടുതീ പൂർണ്ണമായിട്ടും അവിടെ ശമിക്കുകയാണ്. മാൻപേട ഈ മഴയിൽ തൻ്റെ വേദന, ഈ മഴയുടെ വെള്ളം തൻ്റെ ദേഹത്ത് വീണപ്പോൾ തൻ്റെ വേദനയും അല്പമൊന്ന് ശമിക്കുകയാണ്. വളരെ സാവധാനത്തിൽ മാൻപേട ആ പ്രതിസന്ധിയുടെ നടുവിലും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവിടെ ജന്മം കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, യഹോവ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ 4 വശത്തും പ്രതിസന്ധി ഉണ്ടായിക്കോട്ടെ. കാട്ടുതീ നിന്നെ വെന്തു പോകുമെന്ന് നീ ഭാരപ്പെടുമ്പോൾ വേടൻ്റെ അസ്ത്രം പോലെ നിന്റെ ശത്രുക്കൾ നിന്നെ എയ്യാൻ നിന്റെ ചുറ്റും നിന്നോട്ടെ. അലറുന്ന സിംഹം പോലെ പ്രശ്നങ്ങളിന്മേൽ പ്രശ്നങ്ങൾ നിന്റെ ചുറ്റും നിന്നോട്ടെ. അതിവേദന ഈ മാൻപേട അനുഭവിച്ചതുപോലെ ശരീരത്തിലും മനസ്സിലും നീ വേദന അനുഭവിച്ചാലും കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ സങ്കീർത്തനക്കാരനെ പോലെ നമുക്ക് പറയാൻ സാധിക്കും, നമ്മുടെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് പരിപാലിച്ച നമ്മുടെ ദൈവത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഈ പ്രഭാതത്തിൽ നമുക്കും നമ്മുടെ ദൈവത്തെ മുറുകെ പിടിക്കാം. മുന്നിലും പിന്നിലും ചുറ്റിലുമൊക്കെ വാതിലുകൾ അടഞ്ഞാലും ആരെല്ലാം നമുക്ക് എതിരായിട്ട് നിന്നാലും കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ വെള്ളം നമ്മെ മുക്കിക്കളയില്ല. കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ഒരു അനർത്ഥവും നമുക്ക് ഭവിക്കുകയില്ല. കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ അവൻ നമ്മുടെ കൂടാരത്തിൽ അകത്തു വസിപ്പാൻ മതിയായ ദൈവമാണെങ്കിൽ ഏത് പ്രതിസന്ധിയുടെ നടുവിൽ കൂടെയും നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കാമെന്ന് കർത്താവാണിന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ ദൈവസന്നിധിയിൽ നമുക്ക് വെക്കാം. കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട്. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവം, നമ്മെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം ഇന്ന് നമ്മളോട് കൂടെയുണ്ട്. ആയതിനാൽ ഭയപ്പെടേണ്ട, സകലതും സമർപ്പിക്കുക മാത്രം ചെയ്തുകൊണ്ട് ലക്ഷ്യത്തെ മനസ്സിൽ കണ്ട് മുന്നോട്ട് പോകാം. നമുക്ക് ആർത്തിരമ്പുന്ന പ്രവാഹം നമ്മുടെ മേൽ കവിഞ്ഞൊഴുകുമായിരുന്നു. നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കാതിരുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. വേടന്റെ കെണിയിൽ നിന്നു പക്ഷി എന്ന പോലെ നമ്മൾ രക്ഷപ്പെട്ടു. കെണി തകർന്നു നാം രക്ഷപ്പെട്ടു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിലും അവിടുത്തെ കരുണ ഞങ്ങളെ ഉണർത്തിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. തമ്പുരാനെ, യഹോവ ഞങ്ങളുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ എന്തായി തീരുമായിരുന്നു. രാത്രിയിലുടനീളം കർത്താവ് ഞങ്ങളുടെ പക്ഷത്തായിരുന്നു. രാത്രിയിലുടനീളം സമാധാനമായ ഒരു ഉറക്കം നൽകി സമാധാനമായിട്ട് ഉണർന്നെഴുന്നേൽക്കുവാൻ, പ്രഭാതത്തിൽ അവിടുത്തെ മുഖം കണ്ട് ഉണരുവാൻ ഞങ്ങളെ ഉണർത്തിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. മനുഷ്യരെല്ലാം ഞങ്ങളോട് എതിർത്താലും, മറ്റുള്ളവർ ദേഷ്യത്തോടെ ഞങ്ങളെ നോക്കിയാലും, മറ്റുള്ളവർ സ്നേഹത്തോടെ ഞങ്ങളെ വിളിച്ചില്ലെങ്കിലും യഹോവ ഞങ്ങളുടെ പക്ഷത്തുണ്ടായെങ്കിൽ, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാകിയാൽ നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുമെന്നുള്ള അവിടുത്തെ നല്ല വചനം ഇന്ന് പകൽക്കാലം ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവമേ, ഞങ്ങളെ ഇന്ന് വഴി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചിന്തകളെ അവിടുന്ന് കഴുകണമേ. ഞങ്ങളുടെ നോട്ടങ്ങളെ അവിടുന്ന് കഴുകണമേ. ഞങ്ങളുടെ സംസാരങ്ങളെ അവിടുന്ന് കഴുകണമേ. ഞങ്ങളുടെ വിചാരങ്ങളെ അവിടുന്ന് കഴുകണമേ. ഇന്ന് പകൽക്കാലം യഹോവ ഞങ്ങളുടെ പക്ഷത്ത് ഉണ്ടായിരുന്നു എന്ന് സാക്ഷിക്കുവാൻ കർത്താവ് ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും തിരുരക്തത്താൽ പൊതിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ സൂക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ്റെ മഹത്വത്തിനായിട്ട് എല്ലാം സമർപ്പിക്കുന്നു. കൃപയോടെ കേട്ടരുളുമാറാകണമേ. ആമേൻ. കർത്താവിന്റെ നാമം നമ്മുടെ രക്ഷ. ഇസ്രായേൽ പറയട്ടെ, കർത്താവ് നമ്മുടെ പക്ഷത്തല്ലായിരുന്നെങ്കിൽ, ജനങ്ങൾ നമുക്കെതിരെ ഉയർന്നപ്പോൾ കർത്താവ് നമ്മോടു കൂടെ ഇല്ലായിരുന്നെങ്കിൽ, അവരുടെ കോപം നമുക്കെതിരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ
ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. ജലപ്രവാഹം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു. മലവെള്ളം നമ്മെ മൂടിക്കളയുമായിരുന്നു. ആർത്തിരമ്പുന്ന പ്രവാഹം നമ്മുടെ മേൽ കവിഞ്ഞൊഴുകുമായിരുന്നു. നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കാതിരുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. വേടന്റെ കെണിയിൽ നിന്നു പക്ഷി എന്ന പോലെ നമ്മൾ രക്ഷപ്പെട്ടു. കെണി തകർന്നു നാം രക്ഷപ്പെട്ടു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം.